അന്തരീക്ഷത്തിൽ നല്ല മഴയുണ്ട്. ഈ പരിസ്ഥിതി ദിനത്തിൽ ഈ മഴ പ്രകൃതിയുടെ കണ്ണീരാണോ എന്ന് തോന്നിപ്പോകും. ഇന്ന് അബ്ദുള്ളക്കുട്ടി മാഷെ ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടപ്പോഴാണ് ഷഹീൻ്റെ മരണവാർത്ത ഞാൻ കേൾക്കുന്നത്. പ്രകൃതിയെ ഇത്രമാത്രം അവൻ സ്നേഹിച്ചിരുന്നു എന്ന് ഞാൻ അറിഞ്ഞത് അദ്ദേഹത്തിൻ്റെ പോസ്റ്റിലൂടെയാണ്. എനിക്ക് ഷഹീനെ അറിയാം, വർഷങ്ങളായിട്ട് ഇടവണ്ണ വന്നത് തൊട്ടേ പരിചയമുണ്ട്. നല്ല മിടുക്കനായ ഒരു ചെറുപ്പക്കാരൻ, വളരെ ജെൻറ്റിലായിട്ടുള്ള ഒരു ചെറുപ്പക്കാരൻ, എന്നും വളരെ പുഞ്ചിരി തൂകിയ മുഖവുമായിട്ട് അവൻ എൻ്റെ അടുത്ത് പെരുമാറുണ്ടായിരുന്നു. വളരെ അവൻ്റെ ഒരിക്കലും അവനെൻ്റെ ഒരു കണ്ണട കണ്ടപ്പം ആ കണ്ണട വളരെ വൃത്തികേടായിരുന്നു, അതിൻ്റെ അലൈൻമെൻറ്റൊക്കെ തെറ്റിയിരുന്നു. എന്നോട് പറഞ്ഞു, ഈ കണ്ണട ഇങ്ങനെയല്ല ക്ലീനാക്കേണ്ടത്, ഇങ്ങനെയല്ല ഫിക്സ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് കണ്ണട വെക്കേണ്ടത് എന്ന് പോലും എന്നെ പഠിപ്പിച്ചിരുന്നു. അപ്പോഴാണ് അറിയുന്നത് അവനൊരു ഒപ്റ്റോമെട്രിസ്റ്റാണെന്ന്. പിന്നീട് മഞ്ചേരി വെച്ച് അവൻ ഒരിക്കലും കാണുകയും ചെയ്തു. പിന്നെ എപ്പോഴും അവനെ കാണുമ്പോഴൊക്കെ ഞാൻ ചോദിക്കും, കണ്ണടയുടെ വിശേഷങ്ങൾ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും. പിന്നെ ഒരു സുപ്രഭാതത്തിലും വരുമ്പം അവൻ ഇത്രയേറെ ഒപ്റ്റോമെട്രിയെ സ്നേഹിച്ച അവൻ ആ ജോലി ഉപേക്ഷിച്ച് ഫർണിച്ചറിൻ്റെയൊക്കെ ജോലിയിലേക്ക് പ്രവേശിച്ചു എന്നറിഞ്ഞപ്പം ഞാനൊന്നും ചോദിച്ചില്ല എന്താ കാരണം. പക്ഷെ എന്തുകൊണ്ട് ഇത്രയും ഒരു ചെയ്യുന്ന ജോലി എത്രയേറെ ആത്മാർത്ഥയായിട്ട് ചെയ്യുന്ന ഒരാളാണ് എന്ന് എനിക്ക് അതിനെക്കുറിച്ച് മനസ്സിലായിരുന്നു. അങ്ങനെ അബ്ദുള്ളക്കുട്ടി മാഷ് പോസ്റ്റ് കണ്ടപ്പോൾ ഇത് അവനാവരുതേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. ഇവൻ്റെ മരണവാർത്ത കേട്ട സമയത്ത് ഞാൻ എൻ്റെ സുഹൃത്തായിട്ടുള്ള കല്ലിടുമ്പുള്ള യൂനിസിനെ വിളിച്ച് ചോദിച്ചു, ഈ വിളിച്ചത് അവൻ തന്നെയാണോ എന്ന് ചോദിച്ചു. പിന്നീട് തന്നെ അബ്ദുള്ള മാഷയുടെ പോസ്റ്റിൽ തന്നെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റി. എന്നും മീൻ പിടിക്കാൻ പോകും, ആ പുഴയോരം വൃത്തിയാക്കും, പുഴയിൽ പലരും നിക്ഷേപിച്ച വേസ്റ്റുകൾ, ബോട്ടിലുകൾ ഇവയൊക്കെ ശേഖരിച്ചിട്ട് അവയൊക്കെ മാലിന്യവിമുക്തമാക്കും, പുഴയെ മാലിന്യവിമുക്തമാക്കും. ഇന്നും അങ്ങനെയൊക്കെ പോയതാണ് എന്നാണ് എനിക്ക് കേൾക്കാൻ പറ്റിയത്. എന്തായാലും ഒരു യോദ്ധാവിൻ്റെ പരിപോഷത്തോടെ ഷഹീൻ യാത്രയാവുകയാണ്. തീർച്ചയായും ഈ യാത്ര കാരുണ്യവാൻ്റെ സ്വർഗത്തിലേക്കാണ് എന്ന് ഉറപ്പാണ്. കാരണം യോദ്ധാവായിട്ടാണ് അദ്ദേഹം മരിച്ചു പോകുന്നത്. എന്തായാലും കാരുണ്യവാൻ്റെ തിരുസന്നിധിയിൽ ഈ ഒരു യോദ്ധാവിനൊപ്പം ഏറ്റവും മനോഹരമായ സ്വർഗത്തിൽ പ്രവേശിക്കാൻ നമ്മൾക്കും സാധ്യമാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്.